ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10-ലെ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആസിഡ്, ബേസ്, ലവണങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഇതിന്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് പാർട്ട് 2 ആണ് അല്ലേ. അപ്പൊ നോക്കിയാൽ നമ്മൾ പാർട്ട് 1-ല് ഡൈബേസിക് ആസിഡ് ഒക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ H2C2O4 ഇത് സ്പ്ലിറ്റ് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു നാക്കുളുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കണ്ടത്. അപ്പൊ അതൊന്ന് തിരുത്തി പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കിയേ, H2C2O4 ഇതിന്റെ അയോണീകരണ സമവാക്യം നമ്മൾ എഴുതുമ്പോൾ H2 ആണ് ഇവിടെ അല്ലെ. അപ്പൊ നോക്കിയേ, ആദ്യം ഇത് അയണൈസേഷന് വിധേയമാകുമ്പോൾ ആദ്യം ഒരു H+ അയോണും പിന്നെ HC2O4 മൈനസ് അയോണും ആയിട്ട് മാറുന്നുണ്ട്. HC2O4 മൈനസ്, ഇവിടെ പ്ലസും ഇവിടെ മൈനസും. പിന്നീട് അയണൈസേഷന് വിധേയമാവുന്നത് ഈ HC2O4 മൈനസ് ആണ്, HC2O4 മൈനസ്. ഓക്കെ, അത് വീണ്ടും H+ ആയിട്ടും അതോടൊപ്പം C2O4 മൈനസ് ആയിട്ടും പിന്നീട് അയണൈസേഷൻ സംഭവിക്കും. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ അയോൺസ് ഫോം ചെയ്തില്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഡൈ ബേസിക് ആസിഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കണ്ടത്, അതുകൊണ്ടാണ് തിരുത്തി പറഞ്ഞത്. ഇവിടെ ഈ അയണിന്റെ കാര്യം പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഒരു C2O4 പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്താണ് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരുന്നത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, ഡൈബേസിക് ആസിഡ് ആണെന്നുള്ള കാര്യം. ഇങ്ങനെ ഒന്നും എഴുതാൻ നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയിട്ടും ആ ഹൈഡ്രജനോടൊപ്പമുള്ള ഒരു നമ്പർ കണ്ട് നമുക്ക് അതിന്റെ ബേസികത എഴുതാനായിട്ട് പറ്റും. H2 എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഡൈബേസിക് ആസിഡ് ആണ്. ഇനി H3PO4 ഫോസ്ഫോറിക് ആസിഡ്. ഈ ഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിൽ നമുക്കറിയാം ഇതെന്താണ്, ട്രൈബേസിക് ആസിഡ് ആണ്, H3PO4 എന്ന് പറയുമ്പോൾ. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ ക്ലാസ് കാണുമ്പോൾ ആ ഒരു സംശയം വരണ്ട എന്നതുകൊണ്ട് മാത്രമാണ് അതൊന്ന് തിരുത്തി പറഞ്ഞത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇനി നമ്മൾ പഠിച്ചു നിർത്തിയതിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാൻഡ് അറീനിയസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡ് മുതലാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്, ഒരു ബേസ് ആണ് അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസ് ആണ്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേരാണ് ക്ലോർ ആൽക്കലി പ്രവർത്തനം അല്ലെങ്കിൽ ക്ലോർ ആൽക്കലി പ്രക്രിയ. സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ക്ലോർ ആൽക്കലി പ്രക്രിയയിലൂടെയാണ്. ഇതിൽ സോഡിയം ക്ലോറൈഡിന്റെ ഗാഢ ജലീയ ലായനി, സോഡിയം ക്ലോറൈഡ് NaClന്റെ ഗാഢ ജലീയ ലായനിയെ പറയുന്ന പേരാണ് എന്ത്, ബ്രൈൻ. ഓക്കെ, ഈ ബ്രൈൻ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകുന്നു. നോക്കി എന്താ പറഞ്ഞു വന്നത്, ക്ലോർ ആൽക്കലി പ്രവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഏത്, ക്ലോർ ആൽക്കലി പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലോർ ആൽക്കലി പ്രവർത്തനം ഇത് സോഡിയം ക്ലോറൈഡിന്റെ ഗാഢ ജലീയ ലായനി ആയിട്ടുള്ള ബ്രൈനിനെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പോ ആധുനിക വ്യവസായശാലകളിൽ സ്തര സെല്ലാണ് ബ്രൈനിന്റെ വൈദ്യുത വിശ്ലേഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്തര സെല്ല്, മെംബ്രൈൻ സെല്ല് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആധുനിക വ്യവസായശാലകളിലൊക്കെ ഈ ബ്രൈനിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്തുന്നത്. ഓക്കെ, ബ്രൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, NaClന്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ ഒരു സെൽ മെംബ്രൈൻ യൂസ് ചെയ്യും. ഈ സെൽ മെംബ്രൈന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്തര സെല്ല് എല്ലാ അയോണുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടില്ല. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്തര സെല്ല് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, സ്തര സെല്ല് NaClന്റെ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ വിശ്ലേഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ അയോണുകളെയും കടത്തിവിടില്ല. അപ്പൊ നോക്കി ഈ മെംബ്രൈൻ വഴി എന്താ ചെയ്യുക, ഈ Na+ എന്താ ചെയ്യുന്നത്, കാഥോഡിന്റെ വശത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇവിടെ OH ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് NaOH നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. മനസ്സിലായോ? ഈ ക്ലോറിനെ ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ടോ? ഇല്ല. ഈ സ്തര സെല്ലിൽ കൂടെ എന്താണ്, ഈ Na+ അയോണുകളെ മാത്രമാണ് ഇങ്ങോട്ട് കടത്തി വിടുന്നത്. അപ്പൊ ഈ NaClനെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് Na+ഉം Cl- ആക്കിയിട്ട് രണ്ടിനെയും 2 ചേംബറിൽ നിർത്താൻ, കാഥോഡ് ചേംബറിലും ആനോഡ് ചേംബറിലും സെപ്പറേറ്റ് ചെയ്ത് ഈ അയോൺസിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്തര സെല്ല് അല്ലെങ്കിൽ മെംബ്രൈൻ സെല്ല് ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ ചിത്രം തന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിതൊന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ ഈ 7.5 എന്ന് പറയുന്ന ഈ ഒരു ചിത്രമാണ് എന്താ, നമ്മുടെ ക്ലോർ ആൽക്കലി പ്രവർത്തനത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ ബ്രൈൻ അല്ലെങ്കിൽ NaCl ബ്രൈൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞത്, ഗാഢ NaClന്റെ ലായനിയാണ് ബ്രൈൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ, ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. NaCl നിൽക്കും നമുക്കറിയാം, പക്ഷേ ഈ ബ്രൈൻ എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാം. സോഡിയം ക്ലോറൈഡിന്റെ ഗാഢ ജലീയ ലായനിയാണ് ബ്രൈൻ. ഈ ബ്രൈനെയാണ് ഇവിടെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കുന്നത്. അതിന് എന്താണ് സ്തര സെൽ അല്ലെങ്കിൽ മെംബ്രൈൻ സെല്ലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൈൻ ആണ്, അല്ലെങ്കിൽ NaClന്റെ ഗാഢ ലായനിയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇലക്ട്രോളിസിസ് സെറ്റപ്പ് ആണ് ഇവിടെ ചിത്രത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അവ രണ്ട് ചേംബർ ആയിട്ട് കിടക്കുന്നുണ്ട്, ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ കണ്ടോ ഒരു സ്തര സെല്ല് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രൈനിനെ ഇലക്ട്രോളിസിന് വിധേയമാകുമ്പോൾ NaCl ഇതിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടോ, NaCl ഇതിലേക്ക് ഒഴിക്കുന്നു ഈ ഒരു ചേംബറിലൂടെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് ഈ ഒരു സ്തര സെല്ല് വഴി Na+ ഈ ഒരു കാഥോഡിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. Cl- ആണെങ്കിൽ ആനോഡിന്റെ ഭാഗത്തേക്കും വരുന്നുണ്ട്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, ആനോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട്. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട്, കണ്ടല്ലോ. കാഥോഡിലാണെങ്കിൽ ഹൈഡ്രജൻ ആണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ക്ലോറിനും പോയി ഹൈഡ്രജനും പോയി, ബാക്കി ഇവിടെ ഉണ്ട് എന്തുണ്ട്, Na ഉണ്ട് OH ഉണ്ട്. ഇത് ചേർന്നിട്ട് എന്ത് ലഭിക്കും, NaOH സൊല്യൂഷൻ ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ ആയല്ലോ. അപ്പൊ ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് NaOH ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. NaOH ആണ് നമുക്ക് വേണ്ടുന്ന സാധനം. കൂടാതെ തന്നെ ഹൈഡ്രജനും ഉണ്ടായിട്ടുണ്ട്, ക്ലോറിനും ഉണ്ടായിട്ടുണ്ട് അല്ലെ. ക്ലിയർ അല്ലേ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇവിടെ ഈ ചിത്രം നോക്കി നമുക്ക് മനസ്സിലായി, സോഡിയം ക്ലോറൈഡ് ജലത്തിൽ ലയിച്ചു, അങ്ങനെ Na+ അയോണും Cl- അയോണും ഉണ്ടായി. ആനോഡിൽ ഓക്സീകരണത്തിന് വിധേയമായിട്ടുള്ള അയോൺ Cl- ആണ്. Cl- കണ്ടോ, 2 ഇലക്ട്രോണിനെ വിട്ടു, അങ്ങനെ ക്ലോറിൻ വാതകം സ്വതന്ത്രമായി പോകുന്നത് നമ്മൾ കണ്ടു. ഇനി കാഥോഡിലേക്ക് വരുമ്പോൾ H2O നിരോക്സീകരണത്തിന് വിധേയമായിട്ട് OH- അയോണും H+ അയോണുകളുമായിട്ട് ഇവിടെ ഫോം ചെയ്തു. H+ അയോണുകൾ കൂടി ചേർന്ന് ഹൈഡ്രജൻ വാതകമായിട്ട് അതും പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി എന്താ ചെയ്തത്, ആനോഡിന്റെ ഭാഗത്ത് നിന്ന് Na+ അയോണുകൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ഈ Na+ഉം ഇവിടെ ഫോം ചെയ്തിട്ടുള്ള വാട്ടറിന്റെ നിരോക്സീകരണത്തെ ഫലമായിട്ട് ഫോം ചെയ്ത OH- അയോണും ചേർന്ന് NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് ക്ലോർ ആൽക്കലി പ്രവർത്തനം. മനസ്സിലായല്ലോ. ഓക്കെ, ഈ പ്രക്രിയയിൽ സോഡിയം ഹൈഡ്രോക്സൈഡിനെ കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി, ഹൈഡ്രജൻ ഉണ്ടായി, ക്ലോറിൻ ഉണ്ടായി അല്ലെ. ഹൈഡ്രജനും ഉണ്ടായി, ക്ലോറിനും ഉണ്ടായി. സോഡിയം ഹൈഡ്രോക്സൈഡിനെ കാസ്റ്റിക് സോഡ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് എന്ത് ചെയ്യുന്നത്, കാസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ആ ഒരു ബോക്സ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ക്ലോർ ആൽക്കലി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിലെ ഇലക്ട്രോഡുകളെ കുറിച്ചാണ് നോക്കുന്നത്. ആൽക്കലി പ്രക്രിയയിൽ സ്തര സെല്ലിൽ പ്ലാറ്റിനം ഇറീഡിയം അലോയ് ദണ്ഡ് ആനോഡായിട്ടും സ്റ്റീൽ അല്ലെങ്കിൽ നിക്കൽ കാഥോഡായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. പ്ലാറ്റിനം ഇറീഡിയം അലോയ് ദണ്ഡ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നു. നിക്കൽ അല്ലെങ്കിൽ സ്റ്റീല് കാഥോഡായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ചില അയോണുകളെ മാത്രം കടത്തിവിടുന്ന സ്ഥലം നിർമ്മിച്ചിരിക്കുന്നത് നാഫിയോൺ എന്ന പോളിമർ ഉപയോഗിച്ചാണ്. ഈ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. നാഫിയോൺ എന്ന് പറയുന്ന ഒരു പോളിമർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടുള്ള സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നാഫിയോൺ എന്നാണ് ഈ ഒരു പോളിമറിന്റെ പേര്. ഓക്കെ, അത് നമ്മൾ ഈ പറഞ്ഞ ക്ലോർ ആൽക്കലി പ്രവർത്തനത്തിന് നടുക്കൊരു എന്താണ്, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അല്ലെ. എന്നിട്ട് ഈ ഒരു സ്തര സെല്ലിലൂടെ Na+ അയോൺ ഇങ്ങോട്ട് വന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്തര സെല്ല് അല്ലെങ്കിൽ ഈ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, നാഫിയോൺ എന്ന പോളിമർ ഉപയോഗിച്ചിട്ടാണ്. ഓർത്ത് വെച്ചേക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡിനാണ് എന്ത് പറയുന്നത്, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ. ഇനി ഈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. സോപ്പ്, ഡിറ്റർജന്റ്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. സോപ്പ്, ഡിറ്റർജന്റ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അലുമിനിയം നിർമ്മാണത്തിൽ ബോക്സൈറ്റ് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പേപ്പർ നിർമ്മാണത്തിന്, റയോൺ നിർമ്മാണത്തിന്, ആസ്പിരിൻ പോലെയുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിനൊക്കെ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ. ക്ലോർ ആൽക്കലി പ്രവർത്തനം ഒക്കെ ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. ആനോഡായിട്ട് പ്ലാറ്റിനം ഇറേഡിയം അലോയ് ദണ്ഡായിട്ടും, പിന്നെ കാഥോഡ് ആണെങ്കിൽ നിക്കൽ അല്ലെങ്കിൽ സ്റ്റീൽ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നാഫിയോണിന്റെ കാര്യം പറഞ്ഞാൽ എന്തായിരുന്നു, ചില അയോണുകളെ മാത്രം കടത്തിവിടുന്ന സ്ഥലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു പോളിമർ അല്ലെ, അതിന്റെ പേരാണ് നാഫിയോൺ എന്നുള്ളത്. അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. പിന്നെ ബ്രൈൻ, എന്താണ് ബ്രൈൻ, സോഡിയം ക്ലോറൈഡിന്റെ ഗാഢ ജലീയ ലായനിയാണ് ബ്രൈൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. കാസ്റ്റിക് സോഡ എന്ന് പേരുള്ളത് എന്തിനാണ്, സോഡിയം ഹൈഡ്രോക്സൈഡിനാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ക്ലോർ ആൽക്കലി പ്രക്രിയ.
ഇനി ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് പഠിക്കാൻ മുന്നേ ഇവിടെ കണ്ട ഒരു ബോക്സില് കാസ്നർ കെൽനർ പ്രക്രിയ അതുകൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അതും സോഡിയം ഹൈഡ്രോക്സൈഡുമായി ബന്ധപ്പെട്ടതാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് കാസ്നർ കെൽനർ പ്രക്രിയയും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം ഞാനൊരു ചോദ്യം പരിചയപ്പെടുത്താം. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഫസ്റ്റ് ഓപ്ഷൻ ക്ലോർ ആൽക്കലി പ്രക്രിയ, രണ്ടാമത് ഓപ്ഷൻ കാസ്നർ കെൽനർ പ്രക്രിയ, മൂന്നാമത്തെ ഓപ്ഷൻ കോണ്ടാക്ട് പ്രോസസ്, നാലാമത്തെ ഓപ്ഷൻ എയും ബിയും. പെട്ടെന്ന് ചാടിക്കേറി എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് കാണുമ്പോൾ ക്ലോർ ആൽക്കലി പ്രക്രിയ പോയി കുത്തിയ നമ്മുടെ മാർക്ക് അവിടെ പോയി. കാരണം എന്താണ്, ഇവിടെ കാസ്നർ കെൽനർ പ്രോസസ് എന്ന് പറയുന്നതും സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാസ്നർ കെൽനർ പ്രോസസ് ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലോർ ആൽക്കലി പ്രക്രിയ ഉണ്ടാവും. ക്ലോർ ആൽക്കലി ഇല്ലെങ്കിൽ ഈ കാസ്നർ കെൽനർ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് കാസ്നർ കെൽനർ പ്രക്രിയയും ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രക്രിയയിലും സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. ബ്രൈനിന്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിച്ചെടുക്കുന്നത്. കാസ്നർ കെൽനർ സെല്ലിൽ ഗ്രാഫൈറ്റ് തണ്ടുകൾ ആനോഡായിട്ടും മെർക്കുറി കാഥോഡായിട്ടും പ്രവർത്തിക്കുന്നു. ഒന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് വെച്ചേക്കുക, കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ ചോദിക്കാം. നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞ കാസ്നർ കെൽനർ സെല്ലിൽ ഗ്രാഫൈറ്റ് തണ്ടുകൾ ആനോഡായിട്ടും മെർക്കുറി കാഥോഡായിട്ടും ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് സെന്റൻസ് വന്നിട്ട് മാറ്റി തരാമല്ലോ. അപ്പൊ ആനോഡായിട്ട് പ്ലാറ്റിനം ഇറീഡിയം അലോയ് തണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതെവിടെയാണ്? ക്ലോർ ആൽക്കലി പ്രക്രിയയിലാണ് എന്ത് ചെയ്യുന്നത്, ആനോഡായിട്ട് പ്ലാറ്റിനം ഇറീഡിയം അലോയ് തണ്ട് ഉപയോഗിക്കുന്നത്. കാഥോഡായിട്ട് നിക്കൽ അല്ലെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കുന്നു. എന്നാൽ കാസ്നർ കെൽനർ സെല്ലിലേക്ക് വരുമ്പോൾ അവിടെ ഗ്രാഫൈറ്റ് ദണ്ടുകൾ ആനോഡായിട്ടും മെർക്കുറി കാഥോഡായിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഇലക്ട്രോഡ് ആയിട്ട് മെർക്കുറി കാഥോഡ് പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സിലാക്കി വെച്ചേക്കാം, മാറിപ്പോവാതെ രണ്ട് കാര്യങ്ങളും പഠിക്കാം. കാസ്നർ കെൽനർ പ്രക്രിയ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. അവിടെ ഉപയോഗിക്കുന്ന ആനോഡ് ഏത്, കാഥോഡ് ഏത്? ഏതാണ്? ഗ്രാഫൈറ്റ് തണ്ടുകൾ ആനോഡായിട്ടും മെർക്കുറി കാഥോഡായിട്ടും പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കേസിലേക്ക് വരാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജനും അതുപോലെ ക്ലോറിനും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാവുന്ന ഉൽപ്പന്നമാണ് എന്ത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രജനും ക്ലോറിനും നേരിട്ട് സംയോജിപ്പിച്ചാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഇത് ഒരു താപമോചക പ്രവർത്തനമാണ്. HClന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ്. ഹൈഡ്രജനും ക്ലോറിനും നേരിട്ട് സംയോജിപ്പിച്ചാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഇതൊരു താപമോചക പ്രവർത്തനമായതിനാൽ പ്രക്രിയ നടക്കുന്ന റിയാക്ടർ എപ്പോഴും ചൂടുള്ളതായിരിക്കും. അതിനാൽ റിയാക്ടറിനെ HCl ഓവൻ എന്നും HCl ബർണർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊരു താപമോചക പ്രവർത്തനമാണ്. താപം മോചിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ഒരു പ്രവർത്തനം നടക്കുന്ന റിയാക്ടർ എപ്പോഴും ചൂടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ HCl ഓവൻ എന്നും അല്ലെങ്കിൽ HCl ബർണർ എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. HCl ബർണറിൽ ഉണ്ടാകുന്ന HCl അയോൺ രഹിത ജലത്തിൽ ലയിപ്പിച്ച് ഡിയാനൈസ്ഡ് വാട്ടറിൽ ലയിപ്പിച്ചിട്ട് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഡി അയണൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോൺ രഹിത ജലം എന്ന് പറയുന്നത്. HCl ബർണറിൽ ഉണ്ടാകുന്ന HCl അയോൺ രഹിത ജലത്തിൽ ലയിപ്പിച്ച് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നു. അപ്പോ ഈ അയോൺ രഹിത ജലം എന്ന് പറയുമ്പോൾ ജലത്തിലുള്ള എല്ലാ അയോണുകളും നീക്കം ചെയ്ത വെള്ളം എന്നുള്ളതാണ് ഈ അയോൺ ഇല്ലാത്ത വെള്ളം. ഓക്കെ, അയോൺ രഹിത ജലം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അയൺ എക്സ്ചേഞ്ച് പ്രോസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ അയോൺസിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡി അയണൈസ്ഡ് വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമുക്ക് പഠിക്കേണ്ടതില്ല. HCl ബർണറിൽ ഉണ്ടാവുന്ന HCl ഈ ഡി അയണൈസ്ഡ് വാട്ടറിൽ ലയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ എന്താവും, അവിടെ റിയാക്ഷൻ നടക്കില്ലേ? ഓക്കെ, ജലത്തിൽ എന്തുണ്ടാവും, ചെറിയ തോതിലുള്ള അയോണുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ റിയാക്ഷൻ നടക്കും. അവിടെ NaCl, ഇപ്പൊ നമ്മുടെ സോഡിയം ക്ലോറൈഡ് വെള്ളമൊക്കെ ചെറിയ തോതിലൊക്കെ ലയിച്ച് ജലത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് HCl പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ അയോൺസിനൊക്കെ റിലീസ് ചെയ്തിട്ട് ഡിയാനൈസ്ഡ് വാട്ടറിൽ ഈ HCl ലയിപ്പിച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? HCl ബർണറിൽ ഉണ്ടാവുന്ന HCl അയോൺ രഹിത ജലത്തിൽ ലയിപ്പിച്ച് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഈ HClന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ നോക്കിയേ. കറിയുപ്പ് ശുദ്ധീകരിക്കുന്നതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കറിയുപ്പ് ശുദ്ധീകരിക്കുന്നതിന്, ചായങ്ങൾ നിർമ്മിക്കുന്നതിന്, PVC നിർമ്മിക്കുന്നതിന്, ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ള ലോഹങ്ങൾ ലയിപ്പിക്കുന്നതിനുള്ള അക്വാറീജിയ രാജകീയ ദ്രാവകം നിർമ്മിക്കുന്നതിന് ഒക്കെ HCl വേണം. എന്താണ് ഈ അക്വാറീജിയ എന്ന് പറയുന്നത്? നമ്മുടെ HNO3 നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു നിശ്ചിത അനുപാതത്തിൽ, അതായത് 1:3 എന്ന അനുപാതത്തിൽ ലയിച്ചു ചേർന്ന ഒരു ദ്രാവകമാണ് എന്ത്? അക്വാറീജിയ എന്ന് പറയുന്നത്. രാജകീയ ദ്രാവകം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, HClന്റെ റേഷ്യോ ആണ് 3 എന്ന് പറയുന്നത്. HNO3 ആണെങ്കിൽ 1:3 എന്ന റേഷ്യോയിലായിരിക്കും ഈ HNO3യും HClയും ഈ അക്വാറീജിയ എന്ന ദ്രാവകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അക്വാറീജിയയെ കുറിച്ച് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് അക്വാറീജിയ. ഓക്കെ, അപ്പൊ കുലീന ലോഹങ്ങളായിട്ടുള്ള ഗോൾഡ്, പ്ലാറ്റിനം ഇതിനൊക്കെ ലയിപ്പിക്കാനായിട്ടുള്ള കഴിവുള്ളതുകൊണ്ടാണ് അക്വാറീജിയ എന്ത് ചെയ്യുന്നത്? രാജകീയ ദ്രാവകം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഗ്ലാസ് ബോട്ടിൽ മാത്രമാണ് അക്വാറീജിയ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്, അക്വാറീജിയ എന്താണ് സീൽ ചെയ്ത് വെക്കണം എന്ന്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതിലൊരു സ്റ്റേറ്റ്മെന്റ് അക്വാറീജിയ ഉണ്ടാക്കിയെടുത്ത ബോട്ടിൽ എപ്പോഴും സീൽ ചെയ്ത് സൂക്ഷിക്കണം എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയോ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. എങ്ങനെയായാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അക്വാറീജിയ എന്താണ്? എപ്പോഴും ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളെ കുറച്ച് പഠിക്കാനുണ്ട് അക്വാറീജിയയുടെ കാര്യത്തിൽ. നമ്മൾ ക്ലാസ് ഓൾറെഡി ചെയ്തതാ, അപ്പൊ നിങ്ങൾ അതൊന്ന് കാണാം കേട്ടോ. ഇനി കാർബണിക സംയുക്തങ്ങളും അകാർബണിക സംയുക്തങ്ങളും നിർമ്മിക്കുന്നതിന്, വളങ്ങൾ നിർമ്മിക്കുന്നതിന്, ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് ഒക്കെ എന്ത് വേണം? HCl നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ HClന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി HClനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അങ്ങ് പോവാം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരു സ്ട്രോങ് ആസിഡ് തന്നെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്, അല്ലെ? ഇനി ഇതൊരു താപമോചന പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ താപം അനുഭവപ്പെടും, അല്ലെ? ഇത് ഉണ്ടാക്കിയെടുക്കുന്ന റിയാക്ടറിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ HCl ഓവൻ എന്ന്, HCl ബർണർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ HCl ബർണറിൽ ഫോം ചെയ്യുന്ന HCl നമ്മൾ എന്താ ചെയ്യുക? അയോൺ രഹിത ജലം, അതായത് ഡീഅയണൈസ്ഡ് വാട്ടറിൽ ലയിപ്പിച്ചിട്ടാണ് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കറിയുപ്പ് ശുദ്ധീകരിക്കാനായിട്ട് വേണം, ചായങ്ങൾ നിർമ്മിക്കാൻ, PVC നിർമ്മിക്കാൻ, അക്വാറീജിയ നിർമ്മിക്കാൻ, കാർബണിക സംയുക്തങ്ങളും അകാർബണിക സംയുക്തങ്ങളും ഒക്കെ നിർമ്മിക്കാൻ, വളങ്ങൾ നിർമ്മിക്കാൻ, ലോഹങ്ങൾ ശുദ്ധീകരിക്കാൻ, ഇതൊക്കെയാണ് HClന്റെ യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ലവണങ്ങളെ കുറിച്ച് നോക്കാം. ലവണങ്ങൾ അല്ലെങ്കിൽ സാൾട്ട്. ഓക്കെ, അപ്പോ സാൾട്ട് എന്താണ്, അല്ലെങ്കിൽ ലവണങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെ? എങ്ങനെയാണ്? ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ചിട്ട് ജലവും ലവണവും ഉണ്ടാവുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ലവണം ഉണ്ടാവുന്നത്. പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടറും കൂടി ഉണ്ടാവുന്നുണ്ട്. നിർവീരീകരണ രാസപ്രവർത്തനം എന്നാണ് ശരിക്കും അതിനെ പറയുക. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ആവുന്ന രാസപ്രവർത്തനമാണ് എന്ത്? ഈ നിർവീരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാവുന്ന ലവണം ഏതാണ്? NaOHഉം NaO. ഇങ്ങനെ എഴുതണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. നോക്കാം. NaOHഉം പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്? എന്ത് പ്രോഡക്റ്റാ? നമുക്കറിയാം NaCl പ്ലസ് H2O. NaCl പ്ലസ് H2O ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ അല്ലേ? NaClഉം H2O ആയിരിക്കും ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? NaOHഉം HClഉം തമ്മിൽ റിയാക്ട് ചെയ്ത് NaCl എന്ന ലവണവും അതുപോലെ H2O വാട്ടറും ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി സോഡിയം ക്ലോറൈഡ് ജലത്തിൽ ലയിപ്പിച്ച ശേഷം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ലായനിക്ക് ആസിഡിന്റെ സ്വഭാവമാണോ ബേസിന്റെ സ്വഭാവമാണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. ഇവിടെ എന്തായിരിക്കും? ഈ NaClന് ആസിഡിന്റെ സ്വഭാവമാണോ അല്ലെങ്കിൽ ബേസിന്റെ സ്വഭാവമാണോ? NaOH എന്ന് പറയുമ്പോൾ ബേസ് ആണ്, HCl എന്ന് പറയുമ്പോൾ ആസിഡ് ആണ്. ഇവ തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് NaCl എന്ന് പറയുന്ന സോൾട്ടും ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടറും കിട്ടിയത്. അപ്പോൾ ഈ NaCl നിർവീരീകരണ പ്രവർത്തനം, ന്യൂട്രലൈസേഷൻ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ടാണ് NaCl ഫോം ചെയ്തത്. അപ്പൊ ഇതെന്താണ്? നൈദർ ആസിഡ് നോർ ബേസ്. ആസിഡും അല്ല ബേസും അല്ല. ഓക്കെ, അതെന്താണ്? ഒരു സാൾട്ട് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇവിടെ നമുക്ക്
ചുവടെ നൽകിയിരിക്കുന്ന ലവണങ്ങളുടെ ലായനികൾക്ക് അസിഡിക് സ്വഭാവമാണോ ബേസിക് സ്വഭാവമാണോ എന്ന് പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലവണ ലായനിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുമ്പോൾ നീല ലിറ്റ്മസിന്റെ നിറത്തിൽ ഉണ്ടാവുന്ന മാറ്റം NaCl എന്താണ്? നിറം മാറുന്നില്ല. ലായനിയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചുവന്ന ലിറ്റ്മസിന്റെ നിറത്തിൽ ഉണ്ടാവുന്ന മാറ്റം നിറം മാറുന്നില്ല. ഓക്കെ, ചുവന്ന ലിറ്റ്മസിന്റെ നിറം മാറണം എന്നുണ്ടെങ്കിൽ, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? ബേസ് ആയിരിക്കണം. അപ്പൊ നിറം മാറുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ബേസിക പ്രോപ്പർട്ടി ഇല്ല. ഇനി നീല ലിറ്റ്മസ് ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവണമെങ്കിൽ അതിന് അസിഡിക് പ്രോപ്പർട്ടി ഉണ്ടാവണം, അല്ലെ? അപ്പോ ഇവിടെ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുന്നില്ല, അപ്പൊ അതിന് അസിഡിക് പ്രോപ്പർട്ടി ഇല്ല. അപ്പൊ NaCl അസിഡിക് പ്രോപ്പർട്ടി ഇല്ല, ബേസിക് പ്രോപ്പർട്ടി ഇല്ല. അപ്പൊ ഈ ലായനിയുടെ സ്വഭാവം എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പൊ ജലത്തിൽ ലയിക്കുമ്പോൾ ആസിഡിന്റെയോ ബേസിന്റെയോ സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല. അത്തരം ലവണങ്ങൾ ന്യൂട്രൽ ലവണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് ന്യൂട്രൽ സാൾട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ലവണങ്ങൾ എന്നാൽ എന്ത്? ജലത്തിൽ ലയിക്കുമ്പോൾ ആസിഡിന്റെയോ ബേസിന്റെയോ സ്വഭാവം പ്രകടിപ്പിക്കാത്ത ലവണങ്ങളെ ന്യൂട്രൽ ലവണങ്ങൾ എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോളിസിന് വിധേയമായി ആസിഡിന്റെ സ്വഭാവമുള്ള ലായനി ഉൽപ്പാദിപ്പിക്കുന്ന ലവണങ്ങളെ അസിഡിക് ലവണങ്ങൾ എന്ന് പറയുന്നു. അസിഡിക് ലവണത്തിന് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതുണ്ടോ? NH4Cl. NH4Cl എന്താണ്? ഒരു അസിഡിക് ലവണമാണെന്നാണ് തന്നിരിക്കുന്നത്. അമോണിയം ക്ലോറൈഡ് ഒരു അസിഡിക് ലവണമാണ്. ഓക്കെ, NH4Cl. അപ്പൊ നോക്കിയേ, അസിഡിക് ലവണം ആവണമെങ്കിൽ അതിന്റെ നിറം എങ്ങനെയായിരിക്കും? ബ്ലൂ ലിറ്റ്മസിനെ അത് എന്താക്കണം? റെഡ് ആക്കണം. ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കണം? റെഡ് ആക്കണം. അപ്പൊ ഇവിടെ നിറം മാറുമോ? ഈ ഒരു പറഞ്ഞ പോയിന്റിൽ നിറം മാറുമോ ഇല്ലയോ? ഇവിടെ എന്തായിരിക്കും? ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കുന്നുണ്ടായിരിക്കും? റെഡ് കളർ ആക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇതെന്താണ്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നുണ്ട്. അപ്പൊ NH4Cl എന്ന് പറയുന്നത് എന്താണ്? ഒരു അസിഡിക് ലവണമാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ മറ്റൊരു അസിഡിക് ലവണമാണ് NH4 twice SO4. NH4 twice SO4. ഇനി അടുത്തത് Na2CO3. നോക്കിയേ, അടുത്തൊരു ഡെഫിനിഷൻ വായിച്ചിട്ട് ആ ഒരു എക്സാമ്പിളിലേക്ക് വരാം. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോളിസിന് വിധേയമായി ബേസിന്റെ സ്വഭാവമുള്ള ലായനി ഉൽപ്പാദിപ്പിക്കുന്ന ലവണങ്ങളെ ബേസിക ലവണങ്ങൾ എന്ന് പറയുന്നു. Na2CO3, CH3COO, Na ഇതൊക്കെ എന്താണ്? ബേസിക സ്വഭാവമുള്ള ലവണങ്ങൾ അല്ലെങ്കിൽ ബേസിക് ലവണങ്ങളാണെന്ന് പറയാം. അപ്പൊ Na2CO3 എന്ന് പറയുമ്പോൾ അത് എന്ത് ലവണാന്നാ പറഞ്ഞത്? ബേസിക ലവണം. ബേസിക ലവണം എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇവിടെ റെഡ് ലിറ്റ്മസിനെ അത് ബ്ലൂ കളറാക്കി മാറ്റുന്നുണ്ട്. റെഡ് ലിറ്റ്മസിനെ എന്ത് കളറാക്കി മാറ്റുന്നുണ്ട്? ബ്ലൂ കളറാക്കി മാറ്റുന്നുണ്ട്. അത് ബേസിക ലവണമാണ് എന്നുള്ള പോയിന്റ് പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞപ്പോൾ 3 ടൈപ്പ് ലവണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ പറഞ്ഞത്. NaCl സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നില്ല? നിറം മാറുന്നില്ല. ആസിഡിൽ നിറം മാറുന്നില്ല, ബേസിൽ നിറം മാറുന്നില്ല, ന്യൂട്രൽ ആണ്. NH4Cl ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നുണ്ട്. അസിഡിക് പ്രോപ്പർട്ടി ഉള്ള ലവണാണ് കേട്ടോ. അസിഡിക് പ്രോപ്പർട്ടി ഉള്ള ലവണാണ്, അസിഡിക് ലവണം എന്ന് പറയും. Na2CO3 എന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എന്താണ്? ബേസിക ലവണമാണ്. ബേസിക ലവണമാണ്. ഇതിനിവിടെ ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ബേസിക് നേച്ചർ. ഓക്കെ, ബേസിക് നേച്ചർ NH4Cl എന്ത് നേച്ചർ ആണ്? അസിഡിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അസിഡിക് നേച്ചർ. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആയേ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഇനി ഇവിടെ ഒരു ബോക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. നോക്കിയേ, വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വീര്യം കൂടിയ ആസിഡ്, വീര്യം കൂടിയ ബേസുകൾ. മനസ്സിലാവുന്നോ? ഓക്കെ, അപ്പോ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഈ ഒരു ടേബിള് ബൈ ഹാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നോക്കാം. വീര്യം കൂടിയ ആസിഡുകളും ബേസുകളും ലായനിയിൽ പൂർണ്ണമായും വിഘടിച്ച് അയോണുകളായി മാറും. വീര്യം കൂടിയ ആസിഡുകളും വീര്യം കൂടിയ ബേസുകളും ലായനിയിൽ പൂർണ്ണമായും വിഘടിച്ച് അയോണുകളായിട്ട് മാറുന്നുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, നൈട്രിക് ആസിഡ് HNO3, സൾഫ്യൂരിക് ആസിഡ് H2SO4, പെർക്ലോറിക് ആസിഡ് HClO4. ഇതൊക്കെ എന്താണ്? വീര്യം കൂടിയ ആസിഡുകളാണ്. അപ്പൊ വീര്യം കൂടിയ ആസിഡുകൾ 4 നമ്മൾ പഠിച്ചു. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വീര്യം കൂടിയ ബേസുകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. 3 ബേസുകളുണ്ട്, അത് നിങ്ങളൊന്ന് പഠിക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ NaOH.
അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ബേസ് ആണുള്ളത്. ഇതൊക്കെ എന്താണ്? ഇത് വീര്യം കൂടിയ ബേസുകളാണ്. വീര്യം കൂടിയ ബേസ്. വീര്യം കൂടിയ ആസിഡും പഠിച്ചു, വീര്യം കൂടിയ ബേസും പഠിച്ചു. ഈ വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും ലായനിയിൽ പൂർണ്ണമായിട്ടും വിഘടിച്ച് അയോണുകളായിട്ട് മാറും. ഓക്കെ, വീര്യം കൂടിയ ആസിഡ് ഏതൊക്കെയാ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, എന്നാലാണ് നമ്മുടെ മൈൻഡിൽ അങ്ങ് സെറ്റ് ആവുള്ളൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പിന്നെ എന്താണ് സൾഫ്യൂരിക് ആസിഡ്, പിന്നെ വരുന്നത് പെർക്ലോറിക് ആസിഡ്. 4 ആസിഡുകൾ, വീര്യം കൂടിയ 4 ആസിഡുകളാണ് പഠിച്ചത്. ഇനി ബേസുകൾ 3 പറയുന്നത്: സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇത് രണ്ടും ഓക്കെ ആയല്ലോ. ഇനി അടുത്ത ഭാഗത്തോട്ട് വരാം. വീര്യം കുറഞ്ഞ ആസിഡും ബേസും ലായനിയിൽ ഭാഗികമായി വിഘടിച്ച് അയോണുകളായിട്ട് മാറും. എന്താ പറഞ്ഞത്? വീര്യം കുറഞ്ഞ ആസിഡുകളും ബേസുകളും ലായനിയിൽ ഭാഗികമായി മാത്രമേ വിഘടിച്ച് അയോണുകളായിട്ട് മാറുകയുള്ളൂ. വീര്യം കൂടിയതാണ് എന്താ ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് വിഘടിച്ച അയോണുകളായിട്ട് മാറും. വീര്യം കുറഞ്ഞതാണെങ്കിൽ ആസിഡും ബേസുകളും ലായനിയിൽ ഭാഗികമായി മാത്രമേ വിഘടിക്കുള്ളൂ. അപ്പൊ നോക്കിയാൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് വീര്യം കുറഞ്ഞ ആസിഡുകളെ കുറിച്ചാണ്. നോക്കിയേ, അസറ്റിക് ആസിഡ്, CH3COH, ഫോമിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്. ഇതൊക്കെ എന്താണ്? വീര്യം കുറഞ്ഞ ആസിഡുകളാണ്. വീര്യം കുറഞ്ഞ 3 ആസിഡാണ് പറഞ്ഞത്. CH3COH, അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്. ഇതൊക്കെ വീര്യം കുറഞ്ഞ ആസിഡുകളാണ്. ഇനി അടുത്തൊരു വീര്യം കുറഞ്ഞ ബേസിന്റെ പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാണ്? അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ് വീര്യം കുറഞ്ഞ ബേസ് ആണ്. വീര്യം കുറഞ്ഞ ബേസ്. അപ്പൊ ഈ ഒരു ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വീര്യം കൂടിയ ആസിഡുകളെ കുറിച്ച് പറഞ്ഞു, വീര്യം കൂടിയ ബേസുകളെ കുറിച്ച് പറഞ്ഞു. ഈ വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ലായനിയിൽ അത് പൂർണ്ണമായും വിഘടിച്ച് അയോണുകളായിട്ട് മാറും. വീര്യം കൂടിയ ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്. ഇനി വീര്യം കൂടിയ ബേസുകൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ഈ വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാവുന്ന ലവണം ന്യൂട്രൽ ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കാം പോയിന്റ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന സോൾട്ട് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. മനസ്സിലായോ? ഇനി അടുത്തത്, ഇവിടെ നമ്മൾ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഉണ്ടല്ലോ, ഈ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും താഴെ നമ്മൾ എന്ത് പറഞ്ഞു? വീക്ക് ആയിട്ടുള്ള ബേസും പറഞ്ഞു അല്ലെ? വീക്ക് ആയിട്ടുള്ള അമോണിയം ഹൈഡ്രോക്സൈഡ് വീര്യം കുറഞ്ഞ ബേസ് ആണ്. വീക്ക് ആയിട്ടുള്ള ബേസും തമ്മിൽ ചേർന്നാൽ സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാണോ അതിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും ആ റിയാക്ഷൻ നടന്നതിന് ശേഷം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അസിഡിക് ലവണമായിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായോ? അസിഡിക് ലവണം. ഇനി വീക്ക് ആയിട്ടുള്ള ആസിഡുകൾ ഉണ്ടല്ലോ, വീക്ക് ആയിട്ടുള്ള ഈ വീക്ക് ആയിട്ടുള്ള ആസിഡുകൾ ഒരു സ്ട്രോങ് ബേസുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ ബേസിക് ലവണമായിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോ നമുക്ക് ഈ ഒരു എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള Na2CO3 നോക്കാട്ടോ, Na2CO3. അപ്പോൾ ഒരു കാര്യം, ഒരു ലവണത്തിന്റെ പേര് നമ്മൾ പറയുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തായിരിക്കും ആസിഡിന്റെ പേര് കിടക്കുന്നത്. ആസിഡിന്റെ പേര് ആദ്യ ഭാഗത്ത് വരുന്നത് ബേസിന്റെ പേരായിരിക്കും. മനസ്സിലായോ? അത് ഒരു എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. അപ്പൊ നോക്കാം, CO3 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ CO3 വരുമ്പോ നമുക്കറിയാം അത് ഏത് ആസിഡാണ്? CO3 എന്ന് കാണിക്കുന്നത് ഏത് ആസിഡായിരിക്കും? CO3 ഏതാ? കാർബോണിക് ആസിഡ് ആണ്. CO3 കാർബോണിക് ആസിഡ് ആണ്. ഓക്കെ, നോക്കിയേ, ഇവിടെ പറഞ്ഞ അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, അതുപോലെ തന്നെ കാർബോണിക് ആസിഡും എന്താണ്? ഒരു വീക്ക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡ് H2CO3 ആണ് കേട്ടോ. H2CO3. ഓക്കെ, ഇതിനോട് ചേർത്താൽ മാത്രമേ നമുക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാണ് ഇവിടെ എഴുതിയത് കാർബോണിക് ആസിഡ്. അപ്പൊ ഈ CO3 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്താണ്? കാർബോണിക് ആസിഡിന്റെ CO3 ആണത്. ഇത് കാർബോണിക് ആസിഡിന്റെ CO3. അപ്പൊ ആസിഡിന്റെ ഭാഗം നമ്മൾ കണ്ടു. അപ്പൊ കാർബോണിക് ആസിഡും വേറെ എന്തോ ഒരു സാധനം കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് ഈ Na2CO3 ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഈ സോഡിയം എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഈ സോഡിയം എന്നത് ബേസിന്റെ പേരാണ്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഒരു ബേസ്.
മനസ്സിലായോ? ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടി ഇവിടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ലവണം ഇവിടെ ഫോം ചെയ്തത്, Na2CO3 എന്നുള്ളത്. അപ്പോൾ അവസാന ഭാഗത്ത് ആസിഡിന്റെ പേരും ആദ്യ ഭാഗത്ത് ബേസിന്റെ പേരുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ ഒരു ആസിഡാണ് അല്ലെ. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വീര്യം കൂടിയ ബേസുമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ഫോം ചെയ്ത ലവണത്തിന് ബേസിക പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? സ്ട്രോങ് ബേസ് അല്ലേ ചേർന്നിരിക്കുന്നത്. വീക്ക് ആസിഡിന്റെ കൂടെ സ്ട്രോങ് ബേസ് ചേർന്നു. അപ്പൊ ഇതെന്തായി, ഒരു ബേസിക ലവണമായി. മനസ്സിലായോ? ഇനി അടുത്തത്, ഇനി നമുക്കൊരു ആസിഡിക് ലവണം എടുക്കാം. ഒരു ആസിഡിക് ലവണം എന്ന് പറയുമ്പോൾ NH4Cl എടുക്കാം. NH4Cl. ഓക്കെ, NH4Cl എന്ന് പറയുന്നത് ആസിഡിക് പ്രോപ്പർട്ടി ഉള്ള ഒരു ലവണമാണെന്നാണ് പറയുന്നത് അല്ലെ, ആസിഡിക് പ്രോപ്പർട്ടി ഉള്ള ഒരു ലവണം. അപ്പൊ ഇവിടെ Cl ആണ് ഇവിടെ ഫോം. ഇവിടെ വന്നിട്ടുള്ളത് Cl. ഈ Cl ലാസ്റ്റ് ആസിഡിന്റെ പേരാന്നാ പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ Cl ആണെന്ന് മനസ്സിലാക്കാം. NH4 എന്ന് പറയുന്ന അമോണിയാണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്, വീര്യം കുറഞ്ഞിട്ടുള്ള, താഴേക്ക് വരാം, ഇത് ഒന്നിച്ച് കാണിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുള്ളൂ അല്ലേ. നോക്കാം. അപ്പൊ താഴേക്ക് വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീര്യം കുറഞ്ഞ ബേസ് ആണെന്നാ പറഞ്ഞത്. വീര്യം കുറഞ്ഞ ബേസ് ആണ്. നോക്കിയേ, NH4Cl, ഈ അമോണിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു വീര്യം കുറഞ്ഞ ബേസ് ആണ്. ഇത് വീര്യം കുറഞ്ഞ ബേസും ഈ Cl അല്ലെങ്കിൽ HClന്റെ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുമാണ്. അപ്പോൾ വീര്യം കുറഞ്ഞ ബേസും സ്ട്രോങ് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തു. അപ്പൊ ഇതെന്തായി, ഒരു ആസിഡിക് ലവണമായി. ആസിഡിക് പ്രോപ്പർട്ടിയാണ് അവിടെ മുന്നിലേക്ക് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? NH4Cl. അപ്പൊ അങ്ങനെയാണ് ആസിഡിക് ലവണങ്ങള്, അതുപോലെ ബേസിക ലവണങ്ങള്, ന്യൂട്രൽ ലവണങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്. ഇനി ന്യൂട്രൽ ലവണം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂട്രൽ ലവണം നമ്മൾ NaClന്റെ കേസ് പറഞ്ഞത് നോക്കിയേ. ഇപ്പൊ ഈ ഒരു ബോക്സിന്റെ മുകളിൽ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ NaCl എന്ന് പറയുന്ന ഒരു ലവണം ഫോം ചെയ്തു. സോഡിയം ക്ലോറൈഡ് എന്ന ലവണം ഫോം ചെയ്തു, NaCl. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഭാഗം, ഒരു ലവണത്തിന്റെ അവസാന ഭാഗം ആസിഡിനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഈ Cl എന്ന് പറയുന്നത് എന്താ, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ Cl എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതെന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. ഇനി സോഡിയം വരുന്നത് എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, NaOH. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു വീര്യം കൂടിയ ബേസ് ആണ്. ക്ലോറിന്റെ ഭാഗം വരുന്നത് വീര്യം കൂടിയ ആസിഡാണ്. വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഒരു ന്യൂട്രൽ ലവണമായിരിക്കും ഉണ്ടാവുന്നത്. NaCl എന്താണ്, ഒരു ന്യൂട്രൽ ലവണമാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്കിവിടെ ബോക്സിൽ തന്നിരിക്കുന്നത് എന്താ, ഒരു ലവണത്തിലെ ആനയോണോ കാറ്റയോണോ ഇവ രണ്ടുമോ ജലവുമായി പ്രവർത്തിച്ച് ആസിഡിന്റെ സ്വഭാവമോ ബേസിന്റെ സ്വഭാവമോ ഉള്ള ലായനി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ലവണ ഹൈഡ്രോളിസിസ്, സാൾട്ട് ഹൈഡ്രോളിസിസ്. നോക്കിയേ, ഒരു ലവണത്തിലെ ആനയോണോ കാറ്റയോണോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ജലവുമായി പ്രവർത്തിച്ച് ആസിഡിന്റെ സ്വഭാവമോ ബേസിന്റെ സ്വഭാവമോ ഉള്ള ലായനി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ലവണ ഹൈഡ്രോളിസിസ്. നോക്കിയേ, ഇനി സാൾട്ട് ഹൈഡ്രോളിസിസ്, ഒരു ലവണത്തിലെ ആനയോണോ കാറ്റയോണോ ഇവ രണ്ടുമോ ജലവുമായി പ്രവർത്തിച്ച് ഒന്നുകിൽ ആസിഡിന്റെ സ്വഭാവം അല്ലെങ്കിൽ ബേസിക സ്വഭാവമുള്ള ഒരു സാൾട്ട്, ലായനി, സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അതിനെ നമുക്ക് എന്ത് പറയാം, സാൾട്ട് ഹൈഡ്രോളിസിസ്, ലവണ ഹൈഡ്രോളിസിസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ, ഇനി ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് ആസിഡും ബേസും പ്രവർത്തിച്ചാണ് NaCl ഉണ്ടാവുന്നത്. NaCl എന്ന് പറയുമ്പോൾ നമുക്കറിയാം HCl-ഉം അതുപോലെ NaOH തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ്. അപ്പോൾ എന്തുണ്ടാവും, NaCl എന്ന് പറയുന്ന ലവണം അവിടെ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഈ HCl എന്താണ്, ഒരു വീര്യം കൂടിയിട്ടുള്ള ആസിഡാണ്. NaOH എന്ന് പറയുന്ന വീര്യം കൂടിയ ഒരു ബേസ് ആണ്. വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ലവണമായിരിക്കും ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഓക്കെ, കണ്ടോ, വീര്യം കൂടിയ ആസിഡും വീര്യം കൂടിയ ബേസും പ്രവർത്തിച്ചുണ്ടാവുന്ന ലവണം ന്യൂട്രൽ ലവണമായിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, NaClന്റെ കാര്യം പറഞ്ഞത്, സോഡിയം ക്ലോറൈഡ് NaClന്റെ കാര്യം പറഞ്ഞത്. ഇനി NH4Cl എന്ന് പറയുമ്പോൾ വീര്യം കൂടിയ ഒരു ആസിഡും വീര്യം കൂടിയ ഏതാണ് HCl എന്ന് പറയുന്ന ആസിഡും അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന വീര്യം കുറഞ്ഞ ബേസും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് അവിടെ ഫോം ചെയ്തത്, അസിഡിക് ലവണം ഫോം ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത്, വീര്യം കുറഞ്ഞ ആസിഡും വീര്യം കൂടിയ ബേസും പ്രവർത്തിച്ചുണ്ടാവുന്ന ലവണം ബേസിക സ്വഭാവം അല്ലെ ബേസിക ലവണം ആയിരിക്കും.
അപ്പൊ ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാം, പഠിച്ചു വെച്ചേക്കാം. അതൊരു ബോക്സ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് പ്ലസ് എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ടുള്ള ബേസ്. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിൽ ചേർന്നാൽ എന്താണ്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ലായനിയാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും അതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള ഒരു ബേസും തമ്മിലാണ് ചേരുന്നതെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പ് ലവണമായിരിക്കും കിട്ടുക? അസിഡിക് നേച്ചറുള്ള ലവണമായിരിക്കും കിട്ടുക. ഇനി അടുത്തത് വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡും മനസ്സിലാവുമല്ലോ അല്ലെ എങ്ങനെ എഴുതിയാല്? വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡും പിന്നെ അതുപോലെ എന്താ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ബേസിക ലവണമായിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ ന്യൂട്രൽ ആയിട്ടുള്ള ലവണം ലഭിക്കും. ഇനി സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും വീക്ക് ആയിട്ടുള്ള ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ അസിഡിക് ലവണം ലഭിക്കും. വീക്ക് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ ബേസിക നേച്ചർ ആയിട്ടുള്ളത് ലഭിക്കും. അപ്പൊ ഈ അവസാനം പറഞ്ഞ രണ്ടെണ്ണം ഇല്ലേ, ഈ രണ്ടെണ്ണം ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കാം കേട്ടോ, അല്ല നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാ അസിഡിക് പ്രോപ്പർട്ടി ഉള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അസിഡിക് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രോങ്ങിനെയാണ് നമുക്ക് പേരിട്ട് കാണിക്കുന്നത്. മനസ്സിലായോ? സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയതുകൊണ്ടാണ് അസിഡിക് വന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആയതുകൊണ്ടാണ് ബേസിക ലവണം കിട്ടിയത്. മനസ്സിലായോ? ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ലവണങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ളത് വളങ്ങൾ അങ്ങനെയൊക്കെ, അത് കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ള കാര്യം തന്നെയാണ്, പക്ഷെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതോട് കൂടിയിട്ട് ആസിഡ് ബേസ് ലവണങ്ങൾ എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ന്യൂ SCERT കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓൾഡ് SCERT ഞാനൊന്ന് നോക്കട്ടെ, അതിനെന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ചേർത്ത് വെച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ. പിന്നെ മെയ് ഓൺവേർഡ്സ് നമ്മൾ ഒരു പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. താല്പര്യമുള്ളവർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആയിരിക്കും, അതിലേക്കും ജോയിൻ ചെയ്യാം കേട്ടോ. അഡ്മിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിലൂടെ ആയിരിക്കും പറയുക. ഏപ്രിൽ ലാസ്റ്റോട് കൂടി ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും. അപ്പൊ ആ ഒരു അപ്ഡേഷൻ കിട്ടാനൊക്കെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വെക്കാം. താങ്ക് യു ഓൾ.